ഓക്കെ, അപ്പോൾ യുവർ ലൈൻ ഏപ്രിലിന്റെ സീസൺ 1 എപ്പിസോഡ് 3ലേക്ക് എത്തിയിരിക്കുകയാണ്. സോ നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡ് ഓർമ്മയുണ്ടല്ലോ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഹീറോയും നമ്മുടെ കോറയും കൂടെ ഒരു റെസ്റ്റോറന്റിൽ പോയിരിക്കുകയാണ്. അവിടെ പോയിട്ട് അവർ രണ്ടുപേരും ടൈം സ്പെൻഡ് ചെയ്തത് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇവര് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് രണ്ട് കുട്ടികൾ പിയാനോ വായിക്കുന്നത് നമ്മുടെ കോറയും ഹീറോയും കാണുന്നത്. അപ്പൊ നമ്മുടെ കോറ അങ്ങോട്ട് പോയിട്ട് കുട്ടികൾ ചോദിക്കുകയാണ്, നന്നായിട്ട് നിങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ടല്ലോ, മറ്റേ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അതാണ് അവർ പ്ലേ ചെയ്തത്. സോ നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ആരാണ് പഠിപ്പിച്ച് തന്നതെന്ന് ചോദിക്കുകയാണ് കുട്ടികളോട് നമ്മുടെ കോറെ. അപ്പോൾ ആ കുട്ടികൾ തിരിച്ച് മറുപടി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കൊരു ടീച്ചറുണ്ട്, അവരാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. എന്നിട്ട് കുട്ടികൾ തിരിച്ച് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പിയാനോ വായിക്കാൻ അറിയാമോ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നത്, ഇല്ല, ഞാൻ ഒരു വയലിനിസ്റ്റ് ആണ്, എനിക്ക് പിയാനോ വായിക്കാൻ അറിയില്ല. പക്ഷേ അവിടെ ഇരിക്കുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം നന്നായിട്ട് പിയാനോ വായിക്കും. നമ്മളെ ഹീറോയെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കോറി. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഹെൽപ്പ് ചോദിക്കാമെന്ന് ആ കുട്ടികളോട് നമ്മളെ കോറി പറയുകയാണ്. അപ്പോൾ കുട്ടികളും അതെ ചോദിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കോസയെ നമ്മുടെ കോറി വിളിക്കുകയാണ്, നിങ്ങൾ ഈ കുട്ടികൾക്ക് പിയാനോ വായിച്ചു കൊടുക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ എന്താ പറയുന്നത്, എനിക്ക് പിയാനോ വായിക്കാൻ അറിയില്ല, ഞാൻ പിയാനോ വായിച്ചിട്ട് 2 വർഷമായി, എനിക്ക് ആ ടച്ചൊക്കെ വിട്ടുപോയെന്ന് പറയുകയാണ്. നമ്മുടെ ഹീറോയിനായിട്ടുള്ള കോറി ദേഷ്യപ്പെടുക അവൻ്റെ അടുത്ത്, എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, നീ ഫസ്റ്റ് വായിക്കണം, എനിക്ക് അത് മാത്രം മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറയുകയാണ്. ആ കുട്ടികളുടെ മുഖം നോക്കിയാണ് ആ കുട്ടികളല്ലേ ഇതിൻ്റെ അടുത്ത് റിക്വസ്റ്റ് പറഞ്ഞത്, ആ കുട്ടികൾക്ക് വേണ്ടി നീ അത് വായിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളെ ഹീറോയിൻ്റെ അടുത്ത് ഹീറോയും പറയുകയാണ്. അവസാനം നമ്മളെ ഹീറോ അറിയാതെ ഓക്കെ ഇനി വേറെ വഴിയില്ല, വായിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വായിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവൻ ഫസ്റ്റ് ആ ഒരു പിയാനോ പ്ലേ ചെയ്യാൻ തുടങ്ങുകയാണ്. പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ഷോക്ക് അടിച്ചെടുക്ക് നിൽക്കുകയാണ്. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ പിയാനോ വായിക്കുകയാണ്. അവിടെയുള്ള ആ ഒരു കസ്റ്റമേഴ്സും കടയിലുള്ള ആൾക്കാരും ആ കുട്ടികളും എല്ലാവരും ആശ്ചര്യത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇത്രയും നേരം നന്നായിട്ട് വായിച്ചുകൊണ്ടിരുന്ന അവൻ പെട്ടെന്ന് അത് സ്റ്റോപ്പായി പോവുകയാണ്. എന്നിട്ട് കൈയൊക്കെ കിടന്ന് വിറയ്ക്കുകയാണ്. സോ ഇവനൊരു ട്രോമയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഇവ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവ അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇവനൊരു ട്രോമ ഉള്ളത് കാരണം തന്നെ ഇവന്റെ മനസ്സിൽ തോന്നുന്നതെന്ന് പറയുമ്പോൾ ആഴ്ക്കടലിലേക്ക് പോകുന്നതാണ്. സോ ഇങ്ങനെ ആഴ്ക്കടലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ പിയാനോയുടെ സൗണ്ട് അവനെ കേൾക്കാൻ പറ്റില്ല. ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിയാനോയുടെ സൗണ്ട് കേൾക്കാനേ പറ്റില്ല. അവൻ ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ അത് അവന്റെ മൈൻഡിൽ അങ്ങനെ പ്രോഗ്രാം ആയി പോയി. കാരണം കുറച്ച് ട്രോമ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വായിച്ച് ഒരു ലിമിറ്റ് എത്തുമ്പോൾ അവനെ കൊണ്ട് വായിക്കാൻ പറ്റില്ല. വായിച്ചാലും ആ ശബ്ദം അവന് കേൾക്കില്ല. സോ അതുകൊണ്ട് കോറി അതിന് വേറെ ഒന്നും പറയുന്നില്ല. അങ്ങനെ കോറി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കോസയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, എന്താണ് നീ പാതി ചേർത്തി കളഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കോസി പറയുന്നത് എന്താണെന്ന് പറയുന്നത്, ഇതേപോലത്തെ കാര്യം തന്നെ പറഞ്ഞത്, വായിക്കുമ്പോൾ എന്തോ ഡീപ് സീ വാട്ടറിലേക്ക് ഈ ഓഷനിലേക്ക് പോകുന്നത് പോലെ തോന്നുന്നതെന്ന് പറഞ്ഞാൽ അതേ കാര്യം തന്നെയാണ് പറയുന്നത് നമ്മുടെ കോറയോട്. ഇത് കേട്ടിട്ട് നമ്മുടെ കോറയാണെങ്കിൽ അവനിട്ട് അടിക്കുകയാണ്. അവൾ അടിച്ച് അവൻ ചോദിക്കുകയാണ്, എന്തിനെന്നെ ചുമ്മാ ഇങ്ങനെ അടിക്കുന്നത്, ഞാൻ ഒരു പാവൂലി ഇതൊക്കെ ചോദിക്കുകയാണ്. അപ്പം അടിച്ച് കഴിഞ്ഞതിന് ശേഷം അവൾ അവരുടെ അടുത്ത് പറയുകയാണ്, അതൊക്കെ നിന്റെ മൈൻഡിലുള്ള പ്രോബ്ലമാണ്, നിനക്ക് കൈ കൊണ്ട് വായിക്കാൻ പറ്റില്ല, കാല് കൊണ്ട് വായിക്കുന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ മോട്ടിവേഷൻ കൊടുത്തു വിടുകയാണ്. അപ്പോൾ തന്നെ ഹീറോ പറയുന്നത് എന്താണെന്ന്, നീ എന്തൊരു മോട്ടിവേഷൻ തന്നാലും എന്റെ മനസ്സിൽ ഇത് പതിഞ്ഞു പോയി, അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി വായിക്കാൻ പറ്റില്ലെന്ന് അവനൊരു ബോധോദയം ഉണ്ട്. സോ അങ്ങനെ തന്നെ അവൻ തിരിച്ച് മറുപടി പറഞ്ഞിട്ട് പോവുകയാണ്. അവസാനം നമ്മുടെ കോറി ഒന്നുമില്ലാതെ പറയുകയാണ്, നിന്നെ അസിസ്റ്റന്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തൊട്ട് നിനക്ക് അക്കമ്പനി തരണമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മളെ ഹീറോ ഞെട്ടിപ്പോവുകയാണ്, ഞാൻ എങ്ങനെ വായിക്കുന്നത്, എന്താണെന്ന് പറഞ്ഞാൽ ഹീറോയിട്ട് വയലിൽ വായിച്ചുകൊണ്ടിരിക്കുക, ബാക്കിൽ സപ്പോർട്ടായിട്ട് പിയാനോ വായിക്കില്ലേ. സോ അതാണ് പറയുന്നത്, സപ്പോർട്ടായിട്ട് അസിസ്റ്റന്റ് ആയിട്ട് ഇവ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവന് പറ്റില്ല. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട, നാളെ ഞാൻ വരും, നാളെ നീയാണ് എനിക്ക് പിയാനോ വായിച്ചു തരാളെന്ന് അവൾ പറയുകയാണ്. സോ അങ്ങനെ പറഞ്ഞ് വരുള്ളെന്ന് പറഞ്ഞിട്ട് ഇവനെ ഇങ്ങനെ അടിക്കാൻ വേണ്ടി കോട്ടിക്കുകയാണ്. കൂടെ സുബാക്കിയുണ്ട്. സുബാക്കി കണ്ടിട്ട് പറയുകയാണ്, ഇവിടെ എന്തോ നടക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ അന്തം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മളെ പ്രാക്ടിക്കൽ ലാബ്, സ്കൂളിലുള്ള പ്രാക്ടിക്കൽ ലാബ് കളിക്കുകയാണ്. അവിടെ ഇപ്പം സുബാക്കിയുണ്ട്, കോറിയും ഉണ്ട്. അങ്ങനെ കോറി സുബാക്കിയോട് ചോദിക്കുകയാണ്, ഞാൻ ഇതിനു വേണ്ടി വിളിച്ചിട്ടുണ്ട്, അസിസ്റ്റന്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്, അവൻ വരുമോ, അവൻ ഇനി അവൾ പ്രശ്നം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ അവന് മറ്റേ ഓഷൻ നിന്നൊക്കെ ഇങ്ങനെ വരുന്നത് പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. സോ ഇനി അങ്ങനെ തോന്നി പാതി വെച്ച് നിന്ന് പോകുമോ എന്നൊക്കെ ഒരു പേടി ഇപ്പോഴും കോറിക്കുണ്ട്. സോ അത് ഈ സുബാക്കിയോട് പറയുകയാണ്. അപ്പോൾ സുബാക്കി എന്താ പറയുന്നത് പറഞ്ഞാൽ, അതൊന്നും കുഴപ്പമില്ല, ഒന്നും വിഷയമില്ല, നീ പേടിക്കേണ്ട ആവശ്യമില്ല, അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, അവൻ പറഞ്ഞ് ഞാൻ കൺവിൻസ് ആക്കിക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ ഹീറോ പിയാനോ വയ്ക്കാന്ന് പറഞ്ഞാൽ ആ റൂമിലേക്ക് പോകുമ്പോൾ ആൾ കാണുന്നത് ആ റൂം ഫുള്ള് പിയാനോ ഡോട്ട് ഒട്ടിച്ച് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പം അവൻ എന്തെടുത്ത് നോക്കിയാലും അതിൽ അത്രയും പിയാനോയാണ്, ഐ മീൻ പിയാനോയുടെ ആ ഒരു നോട്ട്സ് ആണ് ഫുൾ ഉള്ളത്. ഏത് നോട്ട്, ഇനി അവൻ പഠിക്കാൻ എടുക്കുന്ന നോട്ട്ബുക്ക് എടുത്താൽ പോലും അതിൽ വരെ ഈ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇവരുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇവൻ ഫുള്ളായിട്ട് അത് ഇൻവോൾവ് ആകണം, നാളത്തെ പരിപാടിക്ക് വരണം. സോ അതാണ് ഇവരുടെ പ്ലാൻ. ഇപ്പൊ കാണിക്കുന്നത് നമ്മുടെ കോറിയും സുബാക്കിയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. സുബാക്കിയോട് അപ്പോൾ നമ്മുടെ കോറി ചോദിക്കുകയാണ്, നിനക്ക് നമ്മുടെ കോസി ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അത് നമ്മുടെ സുബാക്കി പറയണമെന്ന് പറഞ്ഞാൽ ഇഷ്ടം തന്നെ, പക്ഷെ അങ്ങനെയുള്ള ഇഷ്ടമല്ല, എനിക്കൊരു ബ്രദറിനെ പോലെയാണെന്ന് പറയുകയാണ്. ആ ഒരു ചെറിയ പ്രായം തൊട്ടേ ഞാൻ ഇങ്ങനെ ഒരുപാട് കമ്പല് ചെയ്യും, ഒരുപാട് ശ്രമിച്ചിട്ടും ഉണ്ടാവും ഞാൻ ഇന്ന് ഈ ഒരു ട്രോമയിൽ നിന്ന് വിട്ടു വരാൻ വേണ്ടി, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല, പക്ഷെ നിന്നെ കൊണ്ട് പറ്റും, നീ എങ്ങനെയും കൊണ്ടുവരുന്നു സുബാക്കി നമ്മുടെ കോറിയോട് പറയുകയാണ്. അടുത്ത ദിവസം എത്തിയിരിക്കുകയാണ്. ഈ ദിവസമാണ് നമുക്ക് ഈ ഒരു പിയാനോ വായിക്കാനുള്ള ദിവസം. ഈ ഒരു ഡേയിൽ ഇങ്ങനെ കോറി ഓടി വന്നിട്ട് കോസി എവിടെയാണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോസി എവിടെയാണെന്ന് പറഞ്ഞാൽ നേരെ പോയിരിക്കുന്നത് റൂഫിന്റെ മേളിലാണ്. അവിടെ പോയിട്ട് അവൻ 2 അടി അടിക്കുകയാണ്. നമ്മുടെ ഹീറോ പറയുകയാണ്, നീ എന്തൊക്കെ കമ്പനിയൊന്നും എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് വായിക്കാൻ പറ്റൂല എന്ന് പറയുകയാണ്. ഞാൻ കാരണം നിന്റെ സ്റ്റേജിന്റെ പെർഫോമൻസ് നശിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, നീ നന്നായിട്ട് സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യും, അത് ഞാൻ കാരണം നശിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. കോറി തിരിച്ച് പറയുകയാണ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ നിന്റെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, നീ വന്നാലേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അവൻ അതിനൊന്നും വിട്ടുകൊടുക്കുന്നില്ല, അവൻ നോ റിപ്ലൈ.
അറിയാമല്ലോ. അവനെ കൊണ്ട് പറ്റുള്ളത് അവൻ 100% പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ കോറി കരയാൻ തുടങ്ങി, കിടന്ന് ആലറി വിളിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ അവനിത് കണ്ട് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അവൻ പറയുകയാണ്, ഓക്കെ നിനക്ക് വേണ്ടി ഞാൻ വരാം, എന്നെ കൊണ്ട് പറ്റൂലായിരിക്കും, ഞാൻ മാക്സിമം ശ്രമിച്ച് നോക്കാം, നിനക്ക് വേണ്ടി വരാം എന്ന് പറഞ്ഞ് അവിടെ കോസി പറയുകയാണ് കോറിയുടെ അടുത്ത്. സോ അങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ആ കണ്ണീരോടെ ചിരിക്കുകയാണ്. സോ ഈ ടൈമിലാണ് നമ്മൾ സുബാക്കി വാത്താരി അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ആ ടൈമില്ല, നിങ്ങൾ പെട്ടെന്ന് വന്നാണെന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ കോൺസേർട്ടിലേക്ക് പോവുകയാണ്. സോ അപ്പോൾ നമുക്കൊരു എന്റെ നോട്ടായിട്ട് കാണിക്കുകയാണ്, ഈ ഒരു സ്പ്രിംഗ് സീസൺ ഇതെനിക്ക് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഇവള് കാരണമാണ്, പക്ഷെ ഇനി എങ്ങനെ ആകുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ എപ്പിസോഡ് 3 എന്ന് പറയുന്നത്. എപ്പിസോഡ് 4 വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എന്നാൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞേക്കുക, ഞാൻ ചെയ്യുന്നതായിരിക്കും.